പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തകർച്ച പൂർണ്ണമായിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയും 20 MLA-മാരുമായുള്ള പാർട്ടിയായി TMC മാറിക്കഴിഞ്ഞു. ഒറ്റയടിക്ക് 60 MLA-മാരാണ് TMCയിൽ നിന്ന് കാലുമാറിയിരിക്കുന്നത്. നേരത്തെ TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിയുടെ വസതിയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്ത പുതിയ നിയമസഭാ കക്ഷിയോഗമാണ് പരാജയപ്പെട്ടത്. MLA-മാർ കൂട്ടത്തോടെ പിൻവാങ്ങിയതോടെയാണ് യോഗം പൊളിഞ്ഞത്. മാസങ്ങൾക്ക് മുമ്പ് വരെ ബംഗാളിന്റെ അവസാന വാക്കായിരുന്ന പാർട്ടിയാണ് ഒറ്റ തെരഞ്ഞെടുപ്പോടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നത്. ആകെയുള്ള 80 തൃണമൂൽ MLA-മാരിൽ വെറും 20 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. മുക്കാൽ ഭാഗത്തോളം ജനപ്രതിനിധികളും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ബംഗാൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ പ്രാദേശികമായി സംഘടിപ്പിക്കുന്നതിന്റെ തിരക്കിലായതിനാലാണ് ഭൂരിഭാഗം MLA-മാർക്കും കൊൽക്കത്തയിൽ എത്താൻ കഴിയാതിരുന്നതെന്നാണ് മമതാ ബാനർജി പറയുന്നത്. അഭിഷേക് ബാനർജി, കല്യാൺ ബാനർജി എന്നിവർക്ക് നേരെ ഉണ്ടായ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് യോഗം മാറ്റിവെക്കേണ്ടി വന്നതാണെന്ന് TMC വക്താവ് കുനാൽ ഘോഷ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെതിരെ വരും മണിക്കൂറുകളിൽ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നും ഉറപ്പിക്കാം. മുൻപ് നിശ്ചയിച്ച സമയമായ ഉച്ചയ്ക്ക് 3-ന് തന്നെ 20 MLA-മാർ കാളിക്കട്ടിലെ മമതയുടെ വസതിയിൽ എത്തിയിരുന്നു. യോഗം ഔദ്യോഗികമായി റദ്ദാക്കിയെങ്കിലും അവിടെ എത്തിയ ജനപ്രതിനിധികളുമായി മമതാ ബാനർജി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രത്യേക ചർച്ചകൾ നടത്തുകയായിരുന്നു. എന്തായാലും മുൻപ് ഇടതുപക്ഷത്തിന് ബംഗാളിൽ സംഭവിച്ചതിന് സമാനമായ പതനമാണ് ഇപ്പോൾ തൃണമൂലിനെ കാത്തിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിയിലെ 20 ലോക്സഭാ MP-മാരും 50 MLA-മാരും BJP-യിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളാണ് അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. അധികാരം നഷ്ടപ്പെട്ട മമതാ ബാനർജി ദുർബലയാണെന്ന തിരിച്ചറിവിൽ പാർട്ടിക്കകത്ത് കൂട്ടത്തോടെയുള്ള കൂടുമാറ്റത്തിന് നീക്കം നടക്കുന്നതായാണ് വിവരം. തൃണമൂൽ കോൺഗ്രസിലെ 50 MLA-മാരും 20 ലോക്സഭാ MP-മാരും BJP കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അവർ ഏതു നിമിഷവും പാർട്ടിയിൽ ചേരുമെന്നുമാണ് BJP MP സൗമിത്ര ഖാൻ അവകാശപ്പെട്ടത്. കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ ആവശ്യമായ കൃത്യം 20 MP-മാരുടെ പിന്തുണ അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. തൃണമൂൽ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ അഹങ്കാരമാണ് പാർട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും അഴിമതി നടത്തിയവർ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നും സുമിത്ര ഖാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് പാർട്ടിയെ അപ്പാടെ ഞെട്ടിച്ചുകൊണ്ട് 4 തവണ തൃണമൂൽ MP-യായ കാക്കോലി ഘോഷ് എല്ലാ സംഘടന ചുമതലകളിൽ നിന്നും മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണപരമായ അവലോകന യോഗത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇവർ മമതയ്ക്ക് രാജി സമർപ്പിച്ചത്. പാർട്ടിക്കുള്ളിലെ കടുത്ത അഴിമതിയും ക്രിമിനൽ വൽക്കരണവുമാണ് തന്നെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചതെന്ന് കാക്കോലി തുറന്നടിച്ചിരുന്നു. ഈ നേതാവ് മുൻകൈയെടുത്ത് TMC-യുടെ 1/3 MLA-മാരെ അടർത്തിയെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന ഭരണത്തിന് പിന്നാലെ തൃണമൂലിന്റെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ദിവസങ്ങൾക്കകം ബംഗാളിലെ വിവിധ നഗരസഭകളിലെ 100ഓളം തൃണമൂൽ കൗൺസിലർമാരാണ് ഇതിനകം രാജിവെച്ചത്. പല മുനിസിപ്പൽ ബോർഡുകളും ഏതു നിമിഷവും താഴെ വീഴാം എന്ന അവസ്ഥയിലാണ്. കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീമും സ്ഥാനം ഒഴിയുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മുൻപ് 34 വർഷത്തെ ഭരണം നഷ്ടപ്പെട്ടതിനു ശേഷം CPM-ന് ബംഗാളിൽ സംഭവിച്ച അതേ രാഷ്ട്രീയ അസ്തമയത്തിലേക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസും നീങ്ങുന്നത്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP സർക്കാർ പഴയ അഴിമതി കേസുകൾ ശക്തമാക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടി വിടുമെന്നാണ് കരുതപ്പെടുന്നത്. വേണ്ടി വന്നാൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വരെ അകത്താക്കുമെന്ന് പറയുന്ന BJP അതിനുള്ള കരുക്കൾ നീക്കുമ്പോൾ ഉള്ള ജീവനും കൊണ്ട് BJP ക്യാമ്പുകളിൽ അഭയം തേടുകയാണ് TMC MLA-മാർ എന്നും നമുക്ക് കാണാൻ കഴിയും.